പ്രേക്ഷകരെ കാത്ത് കാത്ത് ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും. അത് മാത്രമല്ല, നമ്മുടെ ജഡ്ജസ് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയും തോറും ഇവിടുത്തെ കുട്ടി പാട്ടുകാരെല്ലാവരും പാട്ടിൽ ഇങ്ങനെ വലിയ ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മൾ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ ഇന്നും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ മുന്നേ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ. എല്ലാ ദിവസത്തെ കഴിഞ്ഞും ഞാനിന്ന് കുറച്ച് കൂടുതൽ ഹാപ്പിയാണ്. കാരണം നമ്മുടെ കൂടെ ഇന്ന് ടോപ്പ് സിംഗറിലെ സ്പെഷ്യൽ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരുടെ ടേബിളിലേക്കൊന്ന് നോക്കൂ. നിത്യ ചേച്ചി, വെൽക്കം. താങ്ക് യു. നിത്യ ചേച്ചി ഒരു സീസണിൽ ഫുൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ടോപ്പ് സിംഗർ ഫ്ലോറിൽ വരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നിത്യ ചേച്ചിനെ സ്പെഷ്യൽ ആയിട്ട് തിരക്കി. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ടോപ്പ് സിംഗറിലേക്ക് സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു നിത്യ ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഡെഫിനറ്റ്ലി വീട്ടിൽ കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട്. വി ആർ വെരി പ്രൗഡ്. ഞങ്ങളും. MJ അങ്കിൾ, കുറച്ച് വർഷത്തിന് മുമ്പേയുള്ള ഒരു കഥ പറയാൻ, നിത്യയെ പറ്റിയുള്ള ഒരു കഥയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാറിലൊരു യാത്രയാ, ഞാനും ഗായകൻ രവിശങ്കറും കൂടി. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, സുഫിയും സുജാത എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാര് പാടും എന്നുള്ളതിനെ കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രേയ ഘോഷാൽ പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശ്രേയ അല്ല, എനിക്ക് വേറൊരു ന്യൂവർ ഒരു വോയിസ് എനിക്ക് വേണം ഈ പാട്ടിന് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ രവിയെടുത്ത് ഞാൻ വെറുതെ പറയുകയാണ്, ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു, രവി ഈ പാട്ടിന് പറ്റിയ ഒരു വോയിസ് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ രവി ഇങ്ങനെ ഹെഡ്ഫോണിൽ വെച്ചിട്ട് ഈ യാത്രയിൽ കേട്ടോണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രവി പറഞ്ഞു, ഒരാളുണ്ട് ചേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാ? അപ്പോൾ പറഞ്ഞു നിത്യ മാമൻ, അറിയാമോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഹിമമഴയായി പറഞ്ഞൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ സ്വീറ്റ് വോയിസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ രവി പറഞ്ഞു അത് കറക്റ്റ് ആയിരിക്കൂലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നിത്യയെ ആ പാട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നിത്യയായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അങ്ങനെയാണ് വരുന്നത്. ആ പാട്ട് വളരെ ഹൃദ്യമായിട്ട് നിത്യ പാടി. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും പാടി, പിന്നെ കന്നഡയിലും പാടി, തമിഴിലും പാടി. 4 ലാംഗ്വേജസിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അധികം ആരും കേട്ടിട്ടില്ല മറ്റു ലാംഗ്വേജസിലുള്ളത്. അപ്പൊ അതൊരു അനുഭവമായിരുന്നു. അത് മറക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവാർഡ്. അത് ഒരു എന്താണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ, ഈ സുഫീം സുജാത എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടുകൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ 2 അവാർഡ് ഒന്നിച്ചായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ അനദർ ഐസിങ് ഓൺ ദ കേക്ക്, ദ ചെറി ഓൺ ദ കേക്ക് എന്ന് പറയുന്നത് നിത്യയുടെ അവാർഡായിരുന്നു. അത് വളരെയധികം സന്തോഷമുള്ള മൊമെന്റ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നിത്യ ഇവിടെ എത്തിയല്ലോ. അപ്പൊ നിത്യക്ക് നിത്യമായിട്ടുള്ള സംഗീതം, അത് അത്രയും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പൊ അത് ഒരു സീസൺ മൊത്തം ഉണ്ടായിരുന്നല്ലേ ടോപ്പ് സിംഗർ. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരാനായിട്ടുള്ള ഒരു അവസരമാണ്. വെൽക്കം നിത്യ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. മധു അങ്കിൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖത്തറിലൊരു പ്രോഗ്രാമിന് പോകുന്നു. അവിടെ ഏതൊരു അസോസിയേഷന്റെ പ്രോഗ്രാം ഏതാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. മലയാളി അസോസിയേഷൻ പ്രോഗ്രാം. ഒരു പെൺകുട്ടി എൻ്റെ കൂടെ പാടുന്നു. ആ പെൺകുട്ടിയുടെ അനിയത്തി അതിൽ കൂടെ ഓടിക്കളിച്ച് നടക്കുന്നു. കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. ചേച്ചിയും ഞാനും കൂടിയാണ് പാടുന്നത്. അവിടെ വേറെ കുട്ടികളും പാടുന്ന വേറെ ആൾക്കാരും പാടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടി എൻ്റെ കൂടെ പാടുന്നു. അതിന്റെ അനിയത്തി ഇത്തിരി വികൃതി അങ്ങനെ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെടുത്ത് ഒക്കത്തൊക്കെ ഇരുത്തി കുറച്ചു നേരം കളിപ്പിച്ചു. ആ കുട്ടിയാണ് ഈ ഇരിക്കുന്ന ഈ കുട്ടി. അപ്പൊ ഞാൻ എന്റെ ഒക്കത്ത് വെച്ച് എടുത്തോണ്ട് നടന്നിരുന്ന കുട്ടിയാണ്. പക്ഷെ അന്നും ഇന്നും മധുചേട്ടൻ അതുപോലെ തിരിപ്പുണ്ട്. പിന്നെ ഞാനതൊക്കെ മറന്നുപോയിരുന്നു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ നീ ഹിമമഴയായി ആ പാട്ട് നല്ല ഉഗ്രം വോയിസ് ആണല്ലോ. നല്ല എന്ത് രസമുള്ള വോയിസ്. നല്ല എന്താ പറയാ, ശ്രേയ ഘോഷാലിന്റെ പോലെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദം വീണ്ടും മലയാളത്തിൽ. അപ്പം ഞാനിങ്ങനെ നോക്കി, നിത്യ മാമൻ
ആ പിന്നെ ഞാൻ കൊള്ളാം നല്ല സിംഗറാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് നേരിട്ട് കണ്ടപ്പോഴല്ലേ പറയണേ മധുചേട്ടൻ എന്നെ എടുത്തോണ്ട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മധുവങ്ങളൊന്നും ഞെട്ടിയിട്ടുണ്ട്. അതെ അതെ ഓക്കെ. അപ്പൊ എന്തായാലും നിത്യ ചേച്ചി ഞങ്ങള് സ്പെഷ്യൽ ഹാപ്പിയാണ്. ടോപ്പ് സിംഗറിലെ ഇന്നത്തെ കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഉള്ളതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം അല്ലേ നിത്യ ചേച്ചി? അതെ തീർച്ചയായിട്ടും തുടങ്ങാം. MJ അങ്കിൾ, നമുക്കറിയുന്ന പോലെ തന്നെ ടോപ്പ് സിംഗറിൽ പുതിയ റൗണ്ട്സ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതിൽ ഏറ്റവും പുതിയ റൗണ്ടാണ് വിദ്യാസാഗർ ഹിറ്റ്സ് റൗണ്ട്. അപ്പോൾ വിദ്യാസാഗർ സാറിന്റെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മൾ മുന്നേയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊരു റൗണ്ടായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള എല്ലാ മലയാളികൾക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒത്തിരി മനോഹര ഗാനങ്ങളുമായിട്ട് പാട്ട് പാടാനായിട്ട് കുറേ പേരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ടോപ്പ് സിംഗേഴ്സ്. അപ്പൊ ആ റൗണ്ടിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് MJ അങ്കിളിന്? വിദ്യാജി എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസേഴ്സ് ഓഫ് കോണ്ടംപററി ടൈംസ് എന്നാണ്. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ. അതെ, ഞാൻ വിദ്യാജിയുടെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹത്തിനോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിനും എന്നോട് ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും നല്ലൊരു ബന്ധമാണ് വിദ്യാജിയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളോട് വരുമ്പോഴത്തേക്കും അത് ഒരു പുതിയ കളറാണ് നമുക്ക് കൊടുക്കുന്നത് ടോപ്പ് സിംഗറിന്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പാടി പഠിക്കാവുന്ന ഒരു പാഠപുസ്തകം കൂടെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് വണ്ടർഫുൾ ആണ്. അടിപൊളി. മധുവങ്ങൾ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ തമിഴിൽ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് വിദ്യാസാഗർ സാറിന്, വിദ്യാജിക്കാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് കുട്ടൻജിക്കാണ്, കുട്ടൻചേട്ടനാണ്. പിന്നെ മാത്രമല്ല വിദ്യാജിയുടെ മിക്ക പ്രോഗ്രാമുകളിലും ഞാനുണ്ട്, പാടാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെയധികം ആരാധിക്കുന്ന രാജാ സാറിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, വളരെയധികം ആരാധിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. എൻ്റെ അടുത്ത് ഒരിക്കൽ രാജാ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ പോയ സമയത്ത് ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസും സിംഗേഴ്സും എല്ലാം ഒരു ബസ്സിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലോട്ടിസ്റ്റ് നെപ്പോളിയൻ അണ്ണൻ എന്നോട് ചോദിച്ചു, മധു ഉനക്ക് രാജാ സാർ தான் ரொம்ப பிடிக்கும்னு எனக்கு தெரியும், ராஜா சாருக்கு அப்புறம் யாருன்னு அதோட ஆன்சர் எனக்கு உங்ககிட்ட கேட்கணும்னு ரொம்ப ஆசை എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആര്, വിദ്യാസാഗർ സാർ சொன்னேன். കറക്റ്റാണ് ആൻസർ, നീ ചൊല്ലിട്ടേ, ഇതാ കറക്റ്റ് ആൻസർ. അപ്പൊ എന്തായാലും എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ വിദ്യാജിയുടെ പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിന്റെ കൂടെ യാത്രകൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു. അതെ, ഷോ ചെയ്തു അല്ലല്ല, ഒരു കല്യാണത്തിന് ഞങ്ങൾ ഒരു ടേബിളിൽ ഇരുന്നാണ് കഴിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഒരു തെലുങ്കനാണെങ്കിലും ആന്ധ്രാക്കാരനാണെങ്കിലും മലയാള ഭാഷയിൽ സംഗീതം ചെയ്യുമ്പോൾ മലയാള തനിമയോടുകൂടി ചെയ്യും. തമിഴിൽ തമിഴ് സ്റ്റൈല്, തെലുങ്ക് സ്റ്റൈല്, ഹിന്ദി അത് ഒരെണ്ണം ചെയ്തിരുന്നു, 1-2 ചെയ്തു. അതിനങ്ങനെ കറക്റ്റായിരിക്കും അദ്ദേഹം ചെയ്യുന്ന രീതി. കന്നഡ ചെയ്യുമ്പോൾ അതുപോലെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ആ ഭാഷയിൽ ഉള്ള പാട്ടുകളുമായിട്ട് അത് അദ്ദേഹം ആ നാട്ടുകാരനെ അന്നേ തോന്നുള്ളൂ ആ സംഗീതം കേട്ടാൽ. ഇപ്പോൾ മലയാളത്തിൽ ആരോ വിരൽ നീട്ടി, മറ്റേ അഴകിയ രാവണനിലെ പാട്ടുകള്, അങ്ങനെ എത്രയോ പാട്ടുകള് നല്ല മലയാള തനിമ ഉള്ള പാട്ടുകളാണ് അല്ലേ? ഉറപ്പായിട്ടും. ചേച്ചി, വിദ്യാജിയുടെ വലിയൊരു ആരാധികയാണ് ഞാനും. ആൻഡ് അദ്ദേഹത്തിന്റെ പാട്ടുകള് നമ്മുടെ എല്ലാവരുടെയും പ്ലേലിസ്റ്റ് റൂൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ജനറേഷൻ ആണെങ്കിലും എപ്പോൾ വരുന്ന ജെൻസി ജനറേഷൻ ആണെങ്കിലും എല്ലാവരും കേൾക്കുന്നത് വിദ്യാജിയുടെ പാട്ടിലും കൂടെയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ കൂടുതൽ കണ്ടാലും കവേഴ്സ് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളെല്ലാവരും കവേഴ്സ് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള വിദ്യാജിയുടെ പാട്ടിലും കൂടെയാണ്. അപ്പോൾ അത് അത്രത്തോളം ആൾക്കാർക്ക് അത് എന്താ പറയുക, എവർഗ്രീൻ ഹിറ്റ്സ് ആണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മുടെ ടോപ്പ് സിംഗറിൽ റൗണ്ടായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട വിദ്യാസാഗർ ഹിറ്റ്സ് റൗണ്ടിൽ പാടാനായിട്ട് ശ്രീയക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീയ ഓൺ സ്റ്റേജ്. ശ്രീയക്കുട്ടി, ഇന്ന് മയിൽപീലിയൊക്കെ വിരിച്ചു വന്നിട്ടുണ്ടല്ലോ. കോസ്റ്റ്യൂം അല്ലേ? സോ വണ്ടർഫുൾ അല്ലേ? അതെ അതെ അതെ. യാ, വെരി വെരി നൈസ്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണോ? ഐ ഗെസ്ഡ് ഇറ്റ്. കറക്റ്റ് ആയിട്ട്. അമ്മയുടെ പഴയ കോസ്റ്റ്യൂമാണോ? അല്ല, അത് വിശേഷ ദിവസങ്ങളിൽ അതെ, വിശേഷ ദിവസങ്ങളിൽ മാത്രം ഇടും. ವಿಶೇಷ ದಿವಸಗಳು ಮಾತ್ರ. ಹೆಂಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀನಿ. ಚೆನ್ನಾಗಿದೆ. ಸೂಪರ್. ನಿತಿಗೆ ಎങ്ങനെ ಕನ್ನಡ ಗೊತ್ತು?
സ്വല്പ സ്വല്പം കുത്തും. എങ്ങനെ കൊത്തിയത്? അതെങ്ങനെ കൊത്തിന്ന്? അതെ. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിലായിരുന്നു. ആണോ? കോളേജ്. അപ്പൊ ഒരു കന്നഡ കോൺവെർസേഷൻ പോരട്ടെ. ನಿಮ್ಮ ಹಾಡುಗಳು ನಮಗೆ ತುಂಬಾ ಇಷ್ಟ. ನಿಮ್ಮ ಹಾಡು, ನಿಮ್ಮ ವಾಯ್ಸ್ ನಮಗೆ ತುಂಬಾ ಇಷ್ಟ. ಧನ್ಯವಾದಗಳು. നീ ഹിമമഴയായി വരൂ, അതൊക്കെ എന്റെ ഫേവറേറ്റ് സോങ്സ് ആണ്. മലയാളം പോയി. നീ ഹിമമഴയായി വരൂ ನನ್ನ ഫേവറേറ്റ് സോങ്. ഓക്കെ, അഷ്ടു സാക്കു. അപ്പൊ നമ്മ ഫേവറേറ്റ് സോങ് എന്റെ. പിന്നെ നേരത്തെ പറഞ്ഞ ധന്യവാദുകളും ധന്യവാദങ്ങളും നന്ദി. മധു സാറിനെ പഠിപ്പിച്ചു തന്നിരുന്നു അതെ, ധന്യവാദങ്ങളും നന്ദി. നിങ്ങൾക്ക് മാത്രമേ കന്നഡ അറിയോ? എനിക്കറിയാം. ವಂದಿಸುವೆ ನಿನಗೆ ತಂದೆ, ವಂದಿಸುವೆ ನಿನಗೆ ತಂದೆ. അതൊരു പാട്ടല്ലേ? ಊಟ ಮಾಡೋಣ. ಊಟ ಮಾಡಿದ್ದು ಮಾಡಿತ್ತು. ಮಾಡೋಣ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. ഊര് യാരലി? ഊരു ಬ್ಯಾಂಗ್ಳೂರ್, ಅಕ್ಷಯನಗರ್. ಅಕ್ಷಯನಗರ್ ಅಲ್ಲಿ. ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಇದೆ? കാറിಂದ 12-13 hours. ഈ അല്ലിയാണോ മണിച്ചിത്ര താഴിലെ അല്ലി? ഒന്നും മനസ്സിലായില്ല. ഇല്ലില്ല, ആ അല്ലി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല, അവർ ഈ ഫാമിലിയിലല്ല. അത് വേറെ കുടുംബം തന്നെ. വേറെ കുടുംബം. അപ്പൊ ഇന്ന് കന്നഡ പാട്ടാ? യെസ്. വിദ്യാജിയുടെ കന്നഡ പാട്ടാണ് പാടുന്നത്? അല്ല. വിദ്യാസാഗർ സാറുടെ ആരോ വിരൽ നീട്ടി മലയാളം. മലയാളം സമാധാനായി. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ മുത്തുകളാണ്. എന്നാലും ഈ ഒരു പാട്ടും വളരെ സ്പെഷ്യലാണ്. പല ആൾക്കാരും ആരോ വിരൽ മീട്ടി എന്ന് പാടാറുണ്ട് അല്ലെ? ശരിക്കും ആരോ വിരൽ നീട്ടി എന്നാണ് അല്ലെ ഇംഗ്ലീഷ് പറയുന്നത്. നീട്ടി. മനസ്സിൻ മൺവീണയിൽ. പിന്നെ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം. അവിടെ മീട്ടുന്നു വരുന്നത്. പിന്നെ വർണ്ണരാജി നീട്ടും, അവിടെ നീട്ടുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഗിരീഷ് ചേട്ടൻ ഇതിൽ നീട്ടുന്നുണ്ട്. അതെ, നമ്മളോട് ചില ഹൃദയത്തിന്റെ കഥകൾ അല്ലേ? അപ്പൊ നന്നായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. ഡീറ്റെയിൽസ് പറയാമോ? ഡീറ്റെയിൽസ്: മൂവി പ്രണയവർണ്ണങ്ങൾ, ഇയർ 1998, മ്യൂസിക് കമ്പോസർ വിദ്യാസാഗർ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, സിംഗർ ചിത്ര അമ്മ, പിന്നെ വേറെ വേർഷൻ യേശുദാസ് സാറും പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് വേർഷനാണ്? ചിത്രാമ്മയുടെ വേർഷൻ. ചേച്ചിയുടെ. ഓക്കെ, നന്നായി വരട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഷേക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശോകമായി നിന്റെ ആർദ്ര
ശ്രുതി മീട്ടുന്നു മോകം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. ശ്രീകുട്ടി യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ വോയിസ്. അതാണ് എപ്പോഴും പറയാനുള്ള പോലെ എപ്പോഴും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. ഫസ്റ്റ് പല്ലവിയില് ഏതോ എന്നുള്ളത് കുറച്ച് ശ്രുതി ഫ്ലാറ്റായി, ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടുന്നതിൽ. വർഷശോകമായി അത് രണ്ടാമത്തെ, അതെങ്ങനെയാ പാടുന്നത്? വെണ്ണിലാവ് പോലും നിനക്കിന്നിരിയും വേനലായി, വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി. ഓക്കെ, അതും ശോകമായി. ടേക്കിൽ കുറച്ച് ഒരു പെർഫെക്ഷൻ കുറവ്. ഇപ്പൊ പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്റെ ആർദ്രഹൃദയം, ആ ഭാഗമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇരുളിൽ പറന്ന് മുറിവേറ്റ് പാടും ഒരു പാവം പൂവൽ കിളി, ആ ഭാഗം സെക്കൻഡ് ഹാഫ് ഒക്കെ സൂപ്പറായിട്ട് പാടി. അനുപല്ലവിയിലെ കറക്റ്റ് ശ്രുതിയിൽ പാടി. ഏതോ സാധാരണ നമ്മൾ ആണുങ്ങളൊക്കെ ദാസേട്ടൻ്റെ വേർഷനാണ് കൂടുതൽ കേൾക്കാറുള്ളത്. പക്ഷെ ചിത്ര ചേച്ചിയുടെ വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിചയമുണ്ട് അവിടെ. ഓക്കെ, എന്തായാലും സൂപ്പറായിട്ട് പാടി, കൊള്ളാം. ഹായ് ശ്രേയക്കുട്ടി, ഹായ്. നല്ല വോയിസ്. താങ്ക് യു. എനിക്കൊരു ചെറിയൊരു സജഷൻ എന്ന് പറഞ്ഞാൽ മോളെ ചെസ്റ്റ് വോയിസ് കുറച്ചും കൂടെ ഒന്ന് ലോവർ രജിസ്റ്റേഴ്സിലെ ഏതോ ഏതോ അതുകൊണ്ട് ലോവർ രജിസ്റ്റർ അല്ലേ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ അത് മോൾക്ക് വളരെ അത് പിന്നെ ഈസി ആയിട്ട് പാടാൻ പറ്റും. പിന്നെ ഈ ഒരു വേർഷൻ ചിത്ര ചേച്ചിയുടെ വേർഷനാണ് ഞാനും കൂടുതൽ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് സംഗതികളുണ്ട്, പക്ഷെ വളരെ ലൈറ്റായിട്ടാണ് ചേച്ചി അത് പാടിയിരിക്കുന്നത് അല്ലേ. മോള് സ്പെഷ്യലി നിന്റെ ആർദ്രഹൃദയം അനുപല്ലവി പാടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ഫീലോടാണ് മോള് പാടിയത്. മോള് ഓവറോൾ ഫീല് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. നല്ല ശബ്ദം കൂടെയാണ്. അപ്പോൾ ലോവർ രജിസ്റ്റർ ആ ഒരു ഭാഗത്തിലും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ വേറെ ലെവലെത്തും. ശ്രേയക്കുട്ടിയുടെ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാട്ട് ഈ പാട്ട് തന്നെ കേട്ടതുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ മോളുടെ വോയിസും സൂപ്പറാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. വാട്ട് എ ബ്യൂട്ടിഫുൾ മെലഡി. അതാണ് ആദ്യം ഈ സോങ് സെലക്ഷൻ ആണ് ആദ്യം. വിദ്യാജിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും മെലഡി എന്ന് പറഞ്ഞാൽ മെലഡി ആയിരിക്കും.
അതെ. അപ്പോൾ ആ രീതിയിൽ വിദ്യാജിയുടെ ഈ പാട്ട് എടുത്തതിന് അതൊരു നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. പിന്നെ മെലഡിക് റെസണൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു മെലഡി ഉണ്ട്, അത് എങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് അത് റെസണേറ്റ് ചെയ്യുന്നു നമ്മൾ പാടുമ്പോൾ, ആ രീതിയിൽ ഈ ശബ്ദത്തിൽ വന്നപ്പോഴത്തേക്കും അതിന് അങ്ങനെ ഒരു റെസണൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. അത് സന്തോഷമുള്ള കാര്യമാണ് ശ്രീകുട്ടി. താങ്ക് യു. ഇനി വേറൊരു ലോകത്ത് നമുക്ക് പോവാം. ഒരു ഇരുണ്ട മുറി. ഓക്കെ, ഓക്കെ. ഇമാജിൻ ചെയ്തോ. ആ. അവിടെ എത്തിയോ? ആ. അതിന്റെ ഉള്ളിൽ കയറാൻ പേടിയുണ്ടോ? ഇല്ല. പേടിയില്ല. ഇല്ല. അപ്പൊ അകത്തോട്ട് കയറുമ്പോ എന്ത് ചെയ്യാം? അകത്തോട്ട് നമുക്കറിയാം എവിടെയാണ് സ്വിച്ച് എന്ന് അറിയാം അറിയാം. അല്ലേ? അപ്പൊ പതുക്കെ പോയിട്ട് അവിടെ ആ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും പ്രകാശ ലൈറ്റ് വന്നു. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ശ്രുതി ചേരേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ശ്രുതി ചേർന്നില്ലെങ്കിൽ അതൊരു ഇരുണ്ട റൂമായി പോകും. ശ്രുതി ചേർന്നാൽ മൊത്തം പ്രകാശമായിരിക്കും. Yes, sir. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലും ശ്രുതി ചേരാതെ പോയിട്ടുണ്ട്. ഇത് ബേസിക് ആണ്. മാത്രമല്ല ഇതിൽ പറയുന്നുണ്ട് ശ്രുതി മീട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, അതെ. അപ്പൊ ഈ പാട്ടിൽ പ്രത്യേകിച്ചും പിന്നെ മൺവീണയിലാണ് വിരൽ നീട്ടി വായിക്കുന്നത് അല്ലേ? അപ്പൊ ചില സസ്റ്റെയിൻ, ഇപ്പോ അവസാനത്തെ ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ എന്ന് പറഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നില്ലേ, അതിങ്ങനെ പാതി കട്ട് ചെയ്യുന്നത് പോലെ നിർത്തരുത്. അതൊരു സസ്റ്റെയിൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നിർത്തണം. അതൊന്ന് നിർത്തിയേ. ആരോ വിരൽ നീട്ടി ഫുൾ ബ്രെത്ത്, ശ്വാസം. മനസ്സിൻ മൺവീണയിൽ ആ അങ്ങനെ വരുമ്പോൾ അത് ലയിക്കും, ശ്രുതി ചേരും, ശ്രുതി ശുദ്ധം. ശ്രീയ, ഓ ശ്രീയ അവിടെ പാടി എന്ത് രസമായിരുന്നു, ഇങ്ങനെ ശ്രുതി ചേർന്ന് നിന്നു എന്നൊക്കെ ആൾക്കാർക്ക് പറയാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ഇല്ലേ? പിന്നെ വേറെ എന്താ വെച്ചാ പാവം പൂവൽ കിളിയായി നീ, ഇത് മാറി മാറി വരുമ്പോഴത്തേക്കും സുഖമില്ല. അത് ഒന്നിച്ച് വരുമ്പോഴാണ് കട്ട് ചെയ്യാതെ ഒന്നിച്ച് പാടാമോ? അവിടെയും ബ്രത്തിന്റെ ഇഷ്യൂ ആണ്. ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം പൂവൽ കിളിയായി യെസ്. നീ. ആ കിളിയായി കട്ട് ചെയ്യണ്ട, കിളിയായി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണ്ട. കിളിയായി നീ ഒന്നിച്ച് വരണം. അങ്ങനെ ശ്വാസം വന്നാലേ നമുക്ക് ആശ്വാസം ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. യേശുദാസ് സാർ എപ്പോഴും ഈ ശ്രുതി ചേരാനായിട്ട് ഒരു എക്സസൈസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. തൊട്ടടുത്ത നോട്ടിൽ നിന്ന് ആ നോട്ടിലോട്ട് അതെ, വരിക. അതെ. അങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നീ സ രേ മാ മാ പ അങ്ങനെ അങ്ങനെ നീ റ റ റ അങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ സ്പീഡാക്കി നമുക്ക് ചെറിയ ചെറിയ സംഗതികളാക്കാം, വലിയ സംഗതിയാക്കാം, ബ്രത്തുമാക്കാം, ആശ്വാസവുമാകാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആരോ വിരൽ നീട്ടിയതുപോലെയല്ല, നമ്മൾ തന്നെ നമ്മുടെ സംഗീതത്തോട് വിരൽ നീട്ടുന്നത് പോലെ തോന്നും കുട്ടി. അപ്പോഴാണ് പാട്ട് പാട്ടാകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ലിറിക്കിൽ നമ്മൾ എവിടെയൊക്കെ നമ്മൾ ആ മോഡുലേഷൻ കൊടുക്കണം എന്നുള്ളത് ഓർക്കണം കേട്ടോ. കുറച്ച് ലോങ് ലെക്ചറായി പോയി, പക്ഷെ ഇതൊക്കെ പറയാതെ ഇങ്ങനെ പോകും. നമ്മുടെ ശ്രീകുട്ടി ഗംഭീരല്ലേ, ഗംഭീര ടാലന്റ് അല്ലേ, അത്രയും മുന്നോട്ട് വരണ്ടേ? അതുകൊണ്ടല്ലേ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. Yes, sir. ക്ഷമിക്കണം കേട്ടോ, കുറച്ച് നീണ്ടുപോയി, സോറിയേ. ഷേക്കുട്ടി, Yes, sir. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് പാടി. അതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. Yes, sir. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യണ്ടേ? അതിന് വേണ്ടിട്ടല്ലേ പറഞ്ഞു തരുന്നേ? ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ള മാർക്ക് 97 out of 100. അപ്പൊ ശ്രീകുട്ടി, അച്ഛനെ ഓട്ടക്കണ്ണിട്ടൊന്ന് നോക്കണ്ട, അടുത്ത തവണ നമുക്ക് പഠിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ബൈ. രാജിനീട്ടും വസന്തം വർഷശോകമായി. മധുകൾ, ഓ, ഇനി എന്റെ ഫേവറേറ്റ് പാട്ട് പാടാൻ ഒരാൾ വരാൻ പോന്നെ. മീനുട്ടിയുടെ ഫേവറേറ്റ് സോങ് എന്റെ ഫേവറേറ്റ്, ഏത് പാട്ടാ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അറിയാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, വല്ലാത്തൊരു അപ്പൊ ആഗ്രഹം. മധുകൾ ഇത് മറന്നതാ അല്ലേ? ഞാൻ എല്ലാ സീസണിലും ഇതെല്ലാരും പാടുമ്പോ ഞാൻ പറയാറുണ്ട് എന്റെ എന്റെ മോളെ ഫേവറേറ്റ്. പറ്റിയുള്ള പാട്ടാണ്. അങ്ങനെ പറഞ്ഞ എനിക്ക് സന്തോഷം കേട്ടോ. പൗർണമിയുടെ പോലെ ഇരിക്കുന്ന, ചന്ദ്രികയുടെ പോലെ ഇരിക്കുന്ന മുഖം ഉള്ളവൾ. ആ, അപ്പോ അതിൽ നിന്ന് വരുന്നത് എന്താണ്? നിലാവ്. ഓ, നിലാവ്. അതെ, അതിന്റെ ഒരു നീല ഭസ്മ. കുറി അണിഞ്ഞ പോലെ അറിഞ്ഞ പോലെ ഉള്ള മീനുട്ടി. അതെ, അങ്ങനെ ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ. അയ്യോ മധുകൾ അല്ലേ? ഉമ്മ. കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ
ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. അല്ലേ? ഞാനിപ്പോ കുഴഞ്ഞു വീഴൂടെ. ചന്ദ്രമുഖബിംബം. എന്റെ മോളുടെ മുഖം. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ നിങ്ങൾ പാടിത്തരുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല. ആണല്ലേ? എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടാണ്. എന്തായാലും ആ പാട്ടാ ഇപ്പൊ പാടാൻ പോകുന്നത്. ജഗത് കുട്ടനാ പാടുന്നത് മാജിക്കൽ മെലഡി റൗണ്ടില്. സോ ലെറ്റ്സ് വെൽക്കം ജഗത് കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ ജഗത് കുട്ട. ഹലോ, ഹായ്. ജഗത് കിഷോര ചന്ദ്രശേഖര. ഇതും സിമ്പിൾ ആണ്, പക്ഷെ നല്ല നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും രസമുണ്ടോ? ശരിക്കും രസമുണ്ട്. ആ ഷർട്ടും പാന്റും അതെ, സത്യം നല്ല രസമുണ്ട്. നല്ല മാച്ചിങ്. നല്ല മാച്ചിങ്. ഇത് ഈ ഡ്രസ്സ് എന്റെ അമ്മേരെ ഏച്ചിയുടെ മോന് ജോലി കിട്ടിയാലും എനക്ക് വാങ്ങി തന്നതാണ്. ആണല്ലേ? ഓ, അപ്പൊ നല്ലൊരു special ആ. എലഗന്റ് ലുക്ക് ഉണ്ട്. താങ്ക് യു സാർ. വിട്ടി ചേച്ചിനെ കണ്ടോ? ഹായ് പറ. ഹായ് ജഗത്കുട്ട. പരിചയമില്ലേ? കണ്ടു പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ടോപ്പ് സിംഗർ സീസൺ 4 കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഓർമ്മ കണ്ടു. ഓ ആ. പാട്ടുകൾ കേട്ടിട്ടില്ലേ? ആ. ഏത് പാട്ട്? വാതുക്കല് വെള്ളരി. ആ, ഉം. പിന്നെ വേറെ ഉണ്ടല്ലോ. പിന്നെ നീ നീ ഹിമമഴയായി. മിനുട്ടി, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സീസൺ 4 ഇല്ലായിരുന്നല്ലോ. ആ. അപ്പൊ നിത്യയുടെ പാടിയിട്ടുണ്ടാവും ഓ. സഡൻലി. ആ. പക്ഷെ നമുക്ക് ഒന്നുകൂടെ കേട്ടാലോ? ഓ, അതെ. പല്ലവി. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതെ, നീ ഹിമമഴ. ആ. ഓക്കെ. ഇത് ഫുൾ കേട്ടിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. നീ ഹിമമഴയായി. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷീഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവിൽ നീഴുവന്നമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലേ മാനിടാതെ ചേർന്നിരുന്ന് നീ എന്നോമലേ ആ. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവീരലാൽ തൊടൂ. സബാഷ്. സൂപ്പർ സൂപ്പർ. ഹൃദയം ഇങ്ങനെ അണിവിരലാൽ തൊടുന്ന പാട്ട്. അതെ. അതെ അതെ. താങ്ക് യു അംജ, ഞങ്ങൾ ഇത് പാടാൻ പറഞ്ഞതിന്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. പാട്ടിന്റെ ഡീറ്റെയിൽസും കൂടെ അതെ, പറയൂ. ഡീറ്റെയിൽസ് പറഞ്ഞു. details ഡീറ്റെയിൽസ് പറയാതെ ഇങ്ങനെ പാടാന്ന് വിചാരിക്കണ്ട. ഓക്കെ, പറയൂ. മൂവി അഗ്നിദേവൻ, വർഷം 1995, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, പാടിയത് MG അങ്കിൾ. വെരി ഗുഡ്. ഇനി പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ഓക്കെ, ബെസ്റ്റ്. റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ,
എന്തിനീ നാണം തേനിളം നാണം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ മേടമാസ ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെയോമൽ പാവാട തുമ്പുലയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പൂവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം വെരി നൈസ് മോനെ, വെരി നൈസ്. ജഗത് കുട്ട, ഞാൻ ഈ പാട്ട് പാടുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു എന്റെ ഫേവറേറ്റ് പാട്ടായതെന്ന്. നന്നായി പാടി കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ജഗത് കുട്ടാ, ഇത് ഭംഗിയുള്ള പാട്ടല്ലേ? അതെ. ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? എന്തായാലും ഞാനൊരു 150 മുകളിൽ കേട്ടിട്ടുണ്ടാവും. ആണോ? അത്രയ്ക്ക് ഇഷ്ടമായി പാട്ട്? അതെ. വളരെ ഇഷ്ടത്തോടെയാണ് ഈ പാട്ട് പാടിയത്. അതെ അതെ. എപ്പോ മുതലാ കേൾക്കാൻ തുടങ്ങിയ പാട്ട്? ഇതെന്താ അസുഖോ? ഇത് എപ്പോ തൊട്ടാ ഈ അസുഖത തുടങ്ങിയത് കുട്ടിക്ക്? എപ്പോ മുതലാണ് കേൾക്കാൻ തുടങ്ങിയത്? ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും. ചോദിക്കാൻ കാരണം നമ്മൾ ഒരു കോമ്പറ്റീഷന് വേണ്ടി പഠിക്കുന്നതും ചിലപ്പോൾ നമ്മൾ ഒരുപാട് കേട്ട് പാടുന്നതും വ്യത്യാസം ഉണ്ടാവും. മോന് പഠിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട്. സ്പെഷ്യലി ലാസ്റ്റ് ഭാഗമൊക്കെ നിലാവിൻ്റെ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി. ഇങ്ങനത്തെ ഒരു പാടിയിട്ട് എം ജി ശ്രീകുമാർ സാറാണ് അതെ. അല്ലേ? മലയാളികളുടെ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പാട്ട് മോൻ്റെ രീതിയിൽ മോൻ അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഫീൽ കുറച്ചും കൂടെ ആവാം, കുറച്ചുകൂടെ ആ പാട്ടിൻ്റെ ഉടലാവാം എന്ന് മാത്രം തോന്നി. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് മീനൂട്ടിക്ക് ഒരുപാട് ഇഷ്ടമായോ? ഓ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇംപ്രസ്ഡ് ആയോ? ഇംപ്രസ്ഡ് ആയി. ഫുൾ ഇംപ്രസ്ഡ്. ഫുൾ ഇംപ്രസ്ഡ്. അതെ വാ. പിന്നെ ജഗത് കുട്ടന് എന്ത് വേണം? മീനൂട്ടി വീണ് കഴിഞ്ഞിരിക്കുന്നു. അതെ 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 അതെ. കണ്ടില്ലേ എന്നെ കഷ്ടപ്പെട്ട് എണീച്ചു വന്നത്? അയ്യോടാ. ശ്രദ്ധിച്ചില്ലേ? ഓൾ ദി ബെസ്റ്റ് ജഗത് കുട്ട. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. എന്റെ മോളെ പറ്റിയുള്ള പാട്ട് പാടിയതിന് താങ്ക് യു സോ ഓ, മച്ച്. നന്നായിട്ട് പാടി കേട്ടോ താങ്ക് മകനെ. യു സാർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ടാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടാണ്. ശ്രീകുമാർ ഏട്ടൻ ഗംഭീരമായിട്ട് ആലപിച്ചിട്ടുള്ള പാട്ടാണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഗിരീഷ് ഏട്ടൻ്റെ പാട്ടാണ്. അതെ അതെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അത് മോൻ വളരെ ശ്രദ്ധിച്ച് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ആ, ഇത്രയധികം ആ പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടതുകൊണ്ടായിരിക്കണം അങ്ങനെ സാധിക്കുന്നത്. അപ്പോൾ ആ പാട്ടിനോട് നമുക്കൊരു ഒത്തിരി ഇഷ്ടം വന്നാലാണ് ഇങ്ങനെ പാടാൻ പറ്റുക. അത് നന്നായിരുന്നു. താങ്ക് പിന്നെ യു ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിലാവിന്റെ നീലഭസ്മ കുറി അണിഞ്ഞവളെ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രത്ത് എടുത്താലേ അടുത്തത് ശരിക്ക് സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റൂ. അപ്പൊ എങ്ങനെയാണ് നിർത്തുന്ന ഒന്ന് പഠിക്കേ? നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. ആ, അവിടാണ് സസ്റ്റെയിൻ sustain. കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. ആ, അങ്ങനെ വരണം.
ഏതപൂർവ, അങ്ങനെയാണ് ഏതപൂർവ, ഏതപൂർവ. പഠിക്കേ. ഏതപൂർവ തപസ്സിനാൽ ശ്രുതി ചേരണം. ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ ശ്വാസം. രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. ആ അതാണ്. ഒരിടത്തില് നിലാവിന്റെ നീലഭസ്മ എന്ന് പാടിയില്ലേ, അത് കുറച്ചും കൂടെ ലയിക്കണ്ടേ. പഠിക്കേ. നിലാവെന്ന് പറഞ്ഞൊരു നിലവില്ല. നിലാവിന്റെ നീലഭസ്മ. അപ്പൊ ഈ സസ്റ്റൈൻസ് ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ തങ്കമുരുകും ഇല്ലേ, ആ തങ്ക എന്നുള്ളത് ശ്രുതി ചേരാത്ത പോലെ തോന്നി. തങ്കമുരുകും. ആ പിന്നെ സൂപ്പറായ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. തന്നാന താനന്ന തന്നാന പാടിയില്ലേ, അത് ഗംഭീരായിരുന്നു കേട്ടോ. ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലിത്താഴമ്പൂവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ, നിൻ പാട്ടെനിക്കല്ലേ. എന്തിനീ നാണം, അത് പാടിയില്ലേ, വണ്ടർഫുൾ ആയിരുന്നു. അത് അടുത്ത ചരണത്തിലും അതുപോലെ തന്നെ പാടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കലമുടച്ച ഒരു സ്ഥലമുണ്ട്, അവസാനത്തെ ഹമ്മിങ്. അതെന്തായിരുന്നു മകനെ, പാടിക്കേൾപ്പിക്കൂ ഒന്നൂടെ. ആ ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അതെ. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ലേസി ആയിട്ട് പാടും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉഴപ്പി വിടുന്ന പോലെ. ഉഴപ്പി എന്ന് പറഞ്ഞാൽ ഉഴപ്പി പാടി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ആ ഫ്ലോയിൽ അങ്ങനെ പോകുന്ന പോലെ. അത് കുറച്ചും കൂടെ അത് ഡിഫൈൻഡ് ആയിട്ട് പാടിയ, കാരണം അതുവരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ അവസാനം ഒരു വാല് പോലെ അത് കിടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം തോന്നിയോണ്ടാണ് അത് പറഞ്ഞത്. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം മെലഡീസ് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് അങ്കിൾ ഇത്തരുണത്തിൽ പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, റൈറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല സെലക്ഷൻ. മീനൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, താരത്ത താര താര ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ, അതുപോലെ തന്നെ തെച്ചിപ്പൂൻ ചോപ്പിൽ, ആ ഭാഗമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നിലാവിന്റെ എത്ര വെറൈറ്റി അല്ലേ, എത്ര വെറൈറ്റി ഉണ്ട്. 3 ഒന്ന് പാടിയേ, 3 ഒരുമിച്ച്. നിലാവിന്റെ ആ നിലാവിന്റെ നിലാവിന്റെ. യെസ്, 3 വെറൈറ്റി ഉണ്ട് അല്ലേ. 3. അതെ, നമുക്ക് നല്ല ബ്രത്ത് ഉണ്ടെങ്കിലേ പാട്ടിൽ നല്ല ലയിച്ച് പാടാൻ പറ്റുള്ളൂ. ശ്രുതിയൊക്കെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ആ സസ്റ്റെയിൻസ് ഒക്കെ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നല്ല ബ്രത്ത് വേണം. പിന്നെ ചില ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഭംഗി നശിക്കും. അപ്പോൾ ബാക്കി എല്ലാം കൊള്ളാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് മോന് മാർക്ക് ഇട്ടേക്കുന്നത് 96.75. മാർക്കിങ്ങനെ കേറി 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 അങ്ങ് എത്തണം. എന്നിട്ട് ഇവിടുന്ന് മുട്ടായി മഴയൊക്കെ മറിച്ചിടണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആയിക്കോട്ടെ. ഓക്കെ, ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം കേട്ടോ. ഞാനും ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ കിട്ടിയ അറിവാണ്. ഓക്കെ, എന്താണ് ഓവർ മോറോ? ഓവർ മോറോ എന്ന് പറഞ്ഞാൽ നാളെയിലൂടെ എന്നുള്ള അർത്ഥമല്ലേ? ഏകദേശം അതായിട്ട് കണക്റ്റഡ് ആണ്. എക്സാക്ട് അതല്ല, കറക്റ്റ് മീനിങ് ഉണ്ട്. എന്താണ് ഓവർ മോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞിട്ട് നാളെ, മറ്റന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസം. അതാണ് 4-ാം നാൾ. അതെ, ഓവർ മോറോ, അതാണ് ഓവർ മോറോ. 4-ാം നാൾ. അങ്ങനെ ഒരു അർത്ഥം. പാടാനായിട്ട് പ്രസംഗമൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ നിത്യ ചേച്ചി. നമ്മുടെ ദക്ഷ് കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. ബൈ. ഹായ്ഡാ. ഇതാരത്? ദക്ഷധാർമ്മി. ഒരു ജയറാം ലുക്ക് ഉണ്ടല്ലോ. അതെ, അതന്നെ. അത് ഏതായിരുന്നു? ഏതോ ഒരു പാട്ട് പാടുമ്പോ ഇങ്ങനെയുണ്ട്. കൺഫ്യൂഷൻ തീർക്കണമോ? കൺഫ്യൂഷൻ തീർക്കണം. അല്ലേ, അതിലുണ്ട് കുറെ കൺഫ്യൂഷൻ ഉള്ളതാണല്ലേ. പക്ഷെ അതിൽ സൺഗ്ലാസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സൺഗ്ലാസ് എനിക്ക് ഈ കണ്ണട വെക്കാൻ പറ്റുമോ? മറ്റേ കണ്ണട ക്ലിയർ ആയി കാണൂല. ആണല്ലേ, ഓക്കെ. ഇത് സ്ഥിരം പെർഫോമൻസ് നമ്പർ ആണ്. ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സിനിമാറ്റിക് ഒരു ജേണിയാണ് വിദ്യാജിയുടെ. അത് മാത്രമല്ല ഈ രാഗത്തില് ഒരു ഫാസ്റ്റ് നമ്പർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
അത് ഒരു രസമാണ് കേട്ടോ, നല്ല yes, sir. രസകരമായ പാട്ടാണ്. അപ്പോൾ അത്രയും രസകരമാക്കണം. ഓക്കെ. ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ സമറിൻ ബത്ലഹേം, വർഷം 1998, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് വിദ്യാസാഗർ സാർ, പാടിയത് MG ശ്രീകുമാർ സാർ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സാർ. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങൾ 5 നിൽപ്പാണു ശംഭോ. അതിലൊന്നിലടിയന്റെ മധുവുണ്ടതേത്, ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ,
ഗുഡ് വെരി ഗുഡ് വെരി Thank you, നൈസ് വെരി നൈസ്. താങ്ക് യു സർ. കോറസ് സൂപ്പർ. ഡാൻസും കലക്കി പാട്ടും കലക്കി. കോറസ് ഇടയ്ക്ക് കൂട്ടിയിടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒറ്റയിടി. അപ്പോഴേ തിരിച്ചോണം. അത് ശരി, ശിവശംഭു ശിവശംഭു. നല്ല രസമായിരുന്നു കേട്ടോ അത്. രണ്ട് സൈഡിലുണ്ടായിരുന്നു കേട്ടോ, ഈ സൈഡിൽ ഇല്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ. പക്ഷെ രസമായിരുന്നു കേട്ടോ. ഒരു മൊത്തം സെലിബ്രേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് ബാൻഡും കലക്കി. മിസ്റ്റർ ദക്ഷ് ധാർമിക് യെസ് സർ. കാലക്കി അടിപൊളി. നല്ല ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. നല്ലൊരു പെർഫോമർ ആണ്. Thank you, sir. അല്ലാതെ ഇങ്ങനെ ഈ പാട്ടിന്റെ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റൂല. എന്തായാലും ഈ പാട്ട് പുതിയൊരു അനുഭവമായിരുന്നു. യെസ് സർ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജഡ്ജസിന്റെ അടുത്തേക്ക് വരിക, അവിടെ നന്നായി നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് പാടുക, പിന്നെ അവിടെ മീനൂട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുക അല്ലേ, അവിടെ കുറെ നേരം ഇരുന്ന് പാടി. കുറെ നേരം ഇരുന്ന് പാടി, പിന്നെ അവിടെ പോയി നമ്മുടെ കോറസിന്റെ ഒപ്പം ഡാൻസ് ചെയ്ത് പാടി. ആ കോറസുകാരെയും സമ്മതിക്കണം, നല്ല നല്ല അടിപൊളി dance ഒക്കെ നന്നായിട്ട് ചെയ്ത് മൂവി പാടി. നല്ല മൂവ്മെന്റ്സ് കൊടുത്തു, നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്ത് പാടി. യഥാർത്ഥത്തിൽ ഒരു സെലിബ്രേഷൻ, ഒരു മൂഡായിരുന്നു ഇവിടെ. കലികാലം തീരാൻ കല്യാണം വേണം, മലിവോടെ കനിയേണം നീ എൻ ശംഭോ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. പാട്ടാണെങ്കിലും ഭൂരിഭാഗം പല സ്ഥലങ്ങളും വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. കാരണം ഇത് ഈസി അല്ല ഇങ്ങനെ പാടാൻ. ഈ പാട്ട് ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. യെസ് സർ. അതിന്റെ ഇടയിലാണ് ഈ കിടന്ന് കാണിച്ചത് മുഴുവൻ. അപ്പൊ എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശംഭോ ആഡ്ലിബ്, അതിൽ അവസാനത്തെ ശംഭോ ഇല്ലേ, ശംഭോ ആ ശംഭോ ശംഭോ ആ ആ ശംഭോ ആ അതിന് ഗ്രിപ്പ് കിട്ടട്ടെ, ഗ്രിപ്പ്. ശംഭോ. ആ യെസ്, പെർഫെക്റ്റ്. താങ്ക് യു സർ. കലികാലം തീരാൻ കലികാലം തീരാൻ 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 കല്യാണം വേണം. കല്യാണം വേണം. അല്ല, തീരാനാണ് പ്രശ്നമായത്. വേണം കറക്റ്റ് ആയിരുന്നു. കൺഫ്യൂഷൻ തീർക്കണമേ രണ്ടാമത്തെ തവണ ഒരു വെറൈറ്റിയിൽ പാടില്ലേ സംഗതി. കൺഫ്യൂഷൻ അതന്നെ, തീർക്കണമേ. ആ അതൊന്ന് കറക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. നമ്മളെ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ചു. വെരി ഗുഡ്. താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഈ കണ്ണട പെർമനന്റ് ആക്കാൻ പോവാണോ? പാട്ടൊക്കെ തീർന്നു, എന്നിട്ടും ഇത് ഊരാത്തതിന്റെ ഉദ്ദേശം? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇല്ല, കൊള്ളാം, ഒരു വെറൈറ്റി കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം ഇത് വെച്ചേ മതി. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കണ്ണട വെക്കുന്നതുകൊണ്ട്. സത്യത്തിൽ ദക്ഷ വെക്കേണ്ടതായിരുന്നു സൺഗ്ലാസ്. പക്ഷെ അത് ഊരി പോകുന്നുണ്ട്. അതിൽ നമ്മളൊരു അത് എം ജെ അങ്കിൾ വെക്കേണ്ടി ഊരി പോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ മധുവങ്കളോ അത് ദക്ഷ വെക്കാത്ത ഒരു കൂട്ടിന് വേണ്ടി എം ജെ അങ്കിൾ വെച്ച ഒരു കൂട്ടിന് വേണ്ടി മധുവങ്കൾ. ഓക്കെ, ആണല്ലോ. അതെ 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 അതെ. ഒരു നല്ലൊരു സൂപ്പർ വൈബായിരുന്നു കേട്ടോ. ആ ടോട്ടാലിറ്റിയിൽ എങ്ങനെയാണ് നമ്മളെ അത് ഇംപ്രസ് ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനത്തെ ഉള്ള പാട്ടുകൾ. ഈ പാട്ട് പാടുന്നത് വെരി വെരി ടഫ്. മാത്രമല്ല എം ജി അണ്ണൻ ഇതിൽ മൊത്തം സംഗതികൾ ഇഷ്ടം പോലെ തീ പോലെ കൊള്ളുന്ന സംഗതികൾ വാരി കോരി വിതറി ആ രീതിയില് സംഗതികൾ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് ഈസിയാണ്, പക്ഷെ ബാക്കി ആർക്കും അത് ഈസി അല്ല. മാത്രമല്ല അതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അത് എഫക്റ്റീവായിട്ട് പാടാൻ പറ്റണം. എന്നാൽ മാത്രമാണ് ഇതിന്റെ മ്യൂസിക്കാലിറ്റിക്ക് നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഇതില് ഈ ഷൺമുഖപ്രിയ എന്ന് പറഞ്ഞ രാഗത്തിന്റെ ഭാവങ്ങളുണ്ട്, അത് അങ്ങനെ കൊണ്ടുവരണം. സംഗതികൾ അത് ഇങ്ങനെ കട എന്ന് വരണം. പിന്നെ മൂന്നാമത് ആ ബീറ്റിനനുസരിച്ച് നമുക്ക് ഒരു വൈബ് ഉണ്ടാക്കാനും പറ്റണം. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ട്. അതിൽ മോൻ മച്ച് എബോവ് ആവറേജ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ആ ടൈപ്പ് ഓഫ് സംഗതികൾ കുറേ എണ്ണം ഒന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെലിബ്രേഷൻ നോക്കണം, ഈ രാഗം നോക്കണം, ഈ വൈബ് നോക്കണം, ഈ ബീറ്റ് നോക്കണം. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ കോറസുകാരുണ്ട്, അവരും കൂടെ 5 പേരുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 4 പേരെ ഇവിടെ കണ്ടുള്ളൂ. ആണോ? അത് ഞാനിപ്പോഴറിയുന്നേ. പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുന്നവരെ ഓക്കേടാ, ഒരെണ്ണം ഞാനായിരുന്നു. കൂടെ പാടണ്ടായിരുന്നു കേട്ടോ. ഓ, അവന് നല്ല മാർക്ക് കിട്ടുന്ന ഇഷ്ടാന്നില്ല. അങ്ങനെയല്ല, മീനൂട്ടി ഈ പാട്ടൊക്കെ പഠിപ്പിക്കണം.
വേണം ഇതിലൊരു സംഗതി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മീനുട്ടിയുടെ ഒരു സംഭാവന ഉണ്ട് ഇതില്. ആ ശംഭോ ആ സംഗതി. എന്റെ അല്ലല്ല. ചീനോട്ടി കേട്ടില്ലായിരുന്നു. മധു ശംഭോ സംഗതി ഒന്ന് പറഞ്ഞു കൊടുക്കും. മതങ്ങൾ എന്നെ പറയില്ല, പറയരുത് മതങ്ങൾ. ഇത് പാടി. പിന്നെ ഇപ്പൊ തന്നെ പാടും ഞാൻ. ശിവശംഭോ ശിവശംഭോ. അത് പാടല്ലോ. ശിവ ശിവ ഇതൊന്നും പാടിക്കൂടാ ഞാൻ. ശിവശംഭോ 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 ശംഭോ. അത്രയും പാടിയാ മതി. എന്ത് കാണിച്ചാലും ഞാൻ പാടാൻ പോകുന്നില്ല. കുഴപ്പമില്ല. നിത്യ ദക്ഷ് യെസ് മാം. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. പിന്നെ ഈ ഒരു പാട്ട് കേൾക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. യെസ് മാം. മോന് മാക്സിമം പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ ഓടിച്ചാടി ഇന്ററാക്ട് ചെയ്ത് രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. നല്ലൊരു പെർഫോമറാണ്. അപ്പോൾ ഭാവി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കാണുന്നുണ്ട്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ് ദക്ഷ് താങ്ക് യു മാം. Daksh Kutan going to be awarded 98 on 100 today. കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ അപ്പൊ ദക്ഷുട ഈ പാട്ടിനൊക്കെ ഇത്രയും ടഫ് പാട്ടാണെന്ന് പറഞ്ഞില്ല, ഇതിനൊക്കെ 98 ഒരു വലിയ സ്കോർ തന്നെയാണ്. തീർച്ചയായിട്ടും. യെസ് യെസ്. അപ്പൊ ഇനിയും അങ്ങനെ മേലെ മാത്രല്ല ഇങ്ങനെ പെർഫോം ചെയ്യണം കുട്ടികള്. ഇതുപോലത്തെ റൗണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ ഓടി നടന്നൊക്കെ അല്ലേ? അതെ, ഈ സ്ഥലമൊക്കെ യൂസ് ചെയ്യണം. ഞാനതിൽ ഒരു ടെസ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ. ആ. ഇവിടെ ഇരുന്ന ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് കയ്യിൽ കൊടുത്തു. എന്താ അതെനിക്ക് തന്നു അവൻ. ഓഡിയൻസിന്റെ ഇടയിലൊക്കെ പോകുമ്പോഴേ അവർ പലതും ചെയ്യും. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ടെസ്റ്റ് ആയിട്ട് കൊടുത്താണ്. അപ്പൊ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയതാ. ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷെ എന്താ വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് ആയില്ല എന്ന് മാത്രമല്ല, അത് മീനുകുട്ടന്റെ കയ്യിൽ കൊണ്ട് തരുകയും തന്നു അത്. ഇതൊക്കെ ഭാവിയിലേക്കുള്ള പാഠങ്ങളാണ് അതൊക്കെ. പാഠങ്ങൾ ലെസൺസ്. ഇങ്ങനെ ഒരു ലൈവ് ഷോ ചെയ്യുമ്പോ ആരെങ്കിലും തന്നവിടെ ഞാൻ ഉണ്ടാവില്ല അത് വാങ്ങാൻ. അതുകൊണ്ട് നീ നോക്കി കണ്ട് അറിയാൻ കൊടുക്കണം. കൊടുത്തോളാം. ആർക്കെ അങ്ങനെ ചെയ്യരുത്, നോക്കി കണ്ട് അറിയാൻ കൊടുക്കണം. അതിനുവേണ്ടി എപ്പോഴും എം ജെ ഞങ്ങൾ ട്രെയിനിങ് ട്രെയിനിങ് ട്രെയിനിങ്. ട്രെയിനിങ്ങാണ് ഭയങ്കര സംഭവം. അതെ അതെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ. സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. മതങ്ങൾ ഓ, ഇപ്പൊ ഏതാ പാട്ട് പാടിയത്? സാറേ സാറേ സാമ്പാറേ. എന്തുകൊണ്ടാ അത് പാടിയത്? എനിക്ക് ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ട്. സമയം ഈ ഇത്രയായില്ലേ? രാത്രിയിലോ? പിന്നെ രാത്രി ഊണ് കഴിക്കില്ലേ? ആ എനിക്കിങ്ങനെ സാമ്പാറിന്റെ അല്ല ചൂടൻ സാമ്പാറിന്റെ മണം ഇങ്ങനെ വന്നു. ആ, ആ. അതാണ് ഞാനിങ്ങനെ പാടിയത്. ഓ ആണല്ലേ. അതെ. മതങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രില്യൻസ് കൂടുതലാ. ആണല്ലേ? ചിലപ്പം ഇങ്ങനെ പാടാൻ വരുന്ന ആളുടെ പാട്ട് നേരത്തെ ഗസ്റ്റ് ചെയ്ത് പാടും. എനിക്കെന്തോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ- ഇൻഡ്യൂഷൻ ഉണ്ട്. കണ്ടോ? എന്താന്ന് അറിഞ്ഞൂടാ. ഒരു സിക്സ് സെൻസ് ഉള്ള കുട്ടിയാണ്. ഇപ്പൊ രാത്രി ആരാണ്? വീട്ടില് കാക്കയൊക്കെ വന്നിട്ട് വിളമ്പി കൊടുക്കും. ആ സദ്യ ഉപ്പേരി ഉപ്പേരി വിളമ്പി കൊടുക്കും. ആ. ഓക്കേ. അപ്പൊ പൂച്ച പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി വിളമ്പി കൊടുക്കും. അപ്പൊ സ്വാഭാവികം അങ്ങനെയൊക്കെയാണ് പരിപാടി. മതങ്ങളല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം ഇത്രയും വിഭവങ്ങളുമായിട്ട് ഒരാൾ ഇവിടെ ദേ ഈ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ആണല്ലേ? നമുക്ക് വിളിക്കാം. ചിരി ചിരി റൗണ്ടാണ് വരാൻ പോകുന്നത്. ജിതക്കുട്ടി എത്തുന്നു. വെൽക്കം. ഈ റൗണ്ടിന്റെ പേരെന്താ? ചിരി ചിരി. ചിരിച്ചിരി റൗണ്ടിൽ പാടാൻ വരുന്നവരെല്ലാവരും ഒരു ആചാരമുണ്ട് ഇവിടെ. ആ. അട്ടഹസിക്കണം. ആ നല്ല കാര്യം. ഒന്ന് അട്ടഹസിക്കാം. നൈസ് അട്ടഹാസം. നല്ലതാ. നന്നായിരിക്കണോ? മീനുട്ടി ഒരു അട്ടഹാസം മാറ്റി പഠിക്കുന്നു. എനിക്ക് ഒറ്റ അട്ടഹാസുള്ളൂ. അതാണ്. ആ ഞാൻ അതിൽ കൂടുതൽ അട്ടഹസിക്കാറില്ല. ഇതെങ്ങനെയുണ്ട്? എടാ ഞാൻ ചോദിക്കാൻ വരും, ഇത് എന്താ അല്ല അത് മഞ്ചാടിക്കുരുവാ. മഞ്ചാടിക്കുരുവാ? ആ. ഒറിജിനല് എന്റെ ഉമ്മയുടെ അനിയത്തി ഉണ്ടാക്കിയതാ. അത് ശരി. പക്ഷേ മാലയും മാലും മഞ്ചാടി. ഉമ്മയുടെ അനിയത്തി ഉണ്ടാക്കിയതാ. അതും മഞ്ചാടിയാ. അത് കൊള്ളാലോ. ഉമ്മയുടെ അനിയത്തിയുടെ പേര് ജുവേരിയ. അപ്പൊ ഞങ്ങ പാടുന്ന പാട്ട് ഏതാ? ഇന്ന് ഞാൻ പാടാൻ പോണ പാട്ട് ഞാൻ കുറച്ച് ആക്ഷൻസ് കാണിക്കാം. ആ. ഞാൻ ഗസ് ചെയ്യണം. ശരി. ഓക്കെ? ഞാൻ മുണ്ടല്ല കൊടുത്തേക്കണേ. നമ്മൾ ഇവിടെ ആരും മുണ്ടെടുത്തിട്ടില്ല. അതെ. മനസ്സിലായി ഓ, മനസ്സിലായി അങ്ങനെ നോക്കിയ മനസ്സിലായി ടാസ്കാ. മനസ്സിലായി. ആ. ഇത് ഏതൊരു സിനിമയിലെ എടാ, നീ ദിലീപേട്ടൻ എന്താണ് എന്റെ മോളെ? ഏതൊരു സിനിമയിലെ ദിലീപേട്ടൻ കാണിക്കണല്ലേ അതെ അതെ അതെ. അല്ലേ? ആ. സാറേ സാറേ സാമ്പാറേ. ആ. യെസ് 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 യെസ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ്. മ്യൂസിക് കൈതപ്രം വിശ്വനാഥ് സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് സുജാതയും ദിലീപ് സാറും, ഫിലിം തിളക്കം. അപ്പൊ നന്നായിട്ട് തിളങ്ങി പാടാൻ പറ്റട്ടെ. താങ്ക് യു സാർ. നിത്യ ചേച്ചി റെഡി അല്ലേ ജിതക്കുട്ടിയുടെ Yes, പെർഫോമൻസ്? അതെ അതെ ചിരിക്കാൻ റെഡിയാണ്. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി, നാക്കിലെ നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി.
കുത്തിക്കുത്താന ഇക്കുത്തിക്കുത്താന കൊത്തി കൊത്തി കേറാൻ ആനവരമ്പത്താള് മയിൽപീലി കൊണ്ടന്നു നീ എന്നെ മയിലാക്കി മാറ്റിയില്ലേ കുയിലായ കുയിലൊക്കെയും നിന്റെ മറുപാട്ടിൽ മയങ്ങിയില്ലേ സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം കാക്ക വിളമ്പും മുപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി നാക്കില് നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി കണ്ണാടും പൊത്തി പൊത്തി കളിച്ചില്ലേ നമ്മൾ കണ്ണാഞ്ചിരട്ടയിൽ കറി വെച്ചില്ലേ കൊടുത്തോള കുളിരുള്ള ധനുമാസത്തിൽ നമ്മൾ കടവത്തെ തിങ്കളെ പിടിച്ചില്ലേ വേലിക്കൽ പൂവായി ചിരിച്ചില്ലേ തുമ്പിക്ക് തൊടി കൊട്ടി നിന്നില്ലേ അന്ന് മുട്ടോളം കേറില്ലേ ചോണനുറുമ്പ് മുടിയോളം കേറില്ലേ ചോണനുറുമ്പ് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം കാക്ക വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി ആറാട്ടുമുണ്ടന്റെ മൊട്ടത്തലയിൽ കൊച്ചു കല്ലെടുത്തെറിഞ്ഞതു ഓർമ്മയില്ലേ അമ്പലക്കൊമ്പന്റെ വാലിൽ പിടിച്ചപ്പോൾ ഒരുപാടിട്ടോടിച്ചത് ഓർമ്മയില്ലേ തുടി തുള്ളി നടന്നില്ലേ നമ്മൾ മുറിച്ചോട്ടു മിന്നിച്ചു കളിച്ചില്ലേ തട്ടിട്ടും പോണില്ലേ ചോണനുറുമ്പ് മുട്ടിട്ടും പോണില്ലേ ചോണനുറുമ്പ് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം 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 കാക്ക വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി കാക്ക വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി നാക്കില് നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി നാക്കില് നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം കാക്ക വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി നാക്കില് നീട്ടിയിരുന്നാട്ടെ ആന വിളമ്പും ചമ്മന്തി സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം വെരി നൈസ് സൂപ്പർ സൂപ്പർ. എടാ ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കൊറസ് നിങ്ങൾ കലക്കിട്ടാ. വെരി നൈസ് വെരി നൈസ്. താങ്ക് യു. നിങ്ങൾക്ക് പോകാം. ജിത തമാശക്കാരി. അതെന്താ അല്ലേ ഭയങ്കര ചിരി കോമഡി ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചല്ലേ. ഇങ്ങനത്തെ റൗണ്ട് ഇങ്ങനെ വെക്കാമോ അല്ലേ? ചിത്തക്കുട്ടി എടാ നീ കാരണം ഇവിടെ നോർമൽ ആയിട്ടുള്ള രണ്ട് പേരായത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവർക്ക്. പാടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് എന്താ തമാശ. നന്നായി അവിടെ നിങ്ങൾ പോകുന്നത്. ജിത കലക്കിയല്ലേ? കലക്കി. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ട്രാൻസിഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ എന്ന് പറഞ്ഞ കോമഡിന്ന് പെട്ടെന്ന് ഒരു മെലഡി. അതെ മെലഡിയിലേക്ക് വന്നത്. മെലഡിന്ന് പിന്നെ കോമഡി, കോമഡി മെലഡി, മെലഡി കോമഡി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഭയങ്കര സംഭവമാണല്ലോ. ദ ക്രോ സെർവിങ് വാട്ട്? കാക്ക എന്താണ് വിളമ്പിയെന്ന്. സോ ദ ക്രോ സെർവിങ് ചിപ്സ് അല്ലേ? പിന്നെ ആരാണ്? ദ കാറ്റ് സെർവിങ്
പുളിശ്ശേരി. പുളിശ്ശേരി. എന്ത് എലിഫന്റ് സർവിങ് ചട്നി. ചമ്മന്തി ആ, ചട്നി ആ, ചട്നി ആ. ഫോർ മാരേജ്. മാരേജ്. എന്നിട്ട് സാറിനെ സാമ്പാറെന്നല്ലേ? ബഹുമാനമൊക്കെ ഉണ്ട് അല്ലേ? മധുര മുട്ടത്തലയൻ. അതെ, അതാണ് നമ്മളെല്ലാം ഞെട്ടിപ്പോയെ. നല്ലോണം അതാണ് സാറേ ഇഷ്ടപ്പെട്ടു. സാമ്പാറെന്ന് വിളിച്ചത്. എന്നെ മൊട്ടത്തലെന്ന് വിളിച്ചു. അല്ല, മൊട്ടത്തലയിൽ കല്ലെറിഞ്ഞ സാറല്ലേ ഒരു അതാ ചോദിച്ചേ, മുട്ടത്തലയാന്നല്ല. അതെ അതെ അതെ, മനസ്സിലായി. എന്നാലും അതാ, അവിടെ നിൽക്കാൻ പാടിയപ്പോ എന്റെ തല കാണിച്ചില്ലേ? കാണിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോമെന്റ് ഈ പാട്ട്. ആരാട്ടുമുണ്ടെന്റെ മൊട്ടത്തലയിൽ കൊച്ചു കല്ലെടുത്തെറിഞ്ഞതു ഓർമ്മയില്ലേ? അതാണ് നമ്മൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏത് രീതിയിലും ഇപ്പം മ്യൂസിക് കമ്പോസർ എന്നുണ്ടെങ്കിൽ ഏത് ജനസിലും കമ്പോസ് ചെയ്യാൻ പറ്റണം. പാട്ടുകാരിയാണെങ്കിൽ ഏത് പാട്ട് ഏത് രീതിയിലാണെങ്കിലും പാടാൻ പറ്റണം. അപ്പോഴാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ യു ആർ എ റിയൽ ആർട്ടിസ്റ്റ് ജിത. ഇലായ കുയിലൊക്കെയും നിന്റെ മറുപാട്ടിൽ മയങ്ങിയില്ലേ? സാറേ സാറേ സാമ്പാറേ സാറിന്റെ അതാണ് വീട്ടിൽ ഇതിന്റെ അണ്ടർലൈനിങ് സ്റ്റേറ്റ്മെന്റ്. അതാണ് അതിന്റെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. കലാമേഖലയിലും കായിക മേഖലയിലും തന്റെ കഴിവുകൾ മികവ് പുലർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജിത ഇന്ന് അസാധ്യമായി പാടി. താങ്ക് യു സാർ. അത് എനിക്കും തന്നെയാണ് പറയാനുള്ളത്. ആ പെട്ടെന്ന് സാറേ സാറേ സാമ്പാറേ എന്ന് പാടിയിട്ട് പിന്നെ പെട്ടെന്ന് മെലഡിയിലേക്ക് കയറാന്ന് പറഞ്ഞാൽ അല്ല, അതൊരു കഴിവ് വേണം അതിനൊക്കെ. സുജാത ചേച്ചി പാടിയ പോർഷനാണെങ്കിലും ദിലീപേട്ടൻ പാടിയ പോർഷനാണെങ്കിലും പിന്നെ ആ ഡയലോഗ് പറഞ്ഞ ആളെ സമ്മതിക്കണം അല്ലേ? മനോഹരമായിരുന്നു. ആരും പറയാത്തോണ്ട് ഞാൻ തന്നെ പറയാം. ആദ്യത്തെ എന്തായിരുന്നു? അതെ, ഇങ്ങനൊരു ശബ്ദം അതാണ് അത് വന്നത്. അപ്പൊ എല്ലാരും ഒരുമിച്ച് മതങ്ങളെ നോക്കി അടികിട്ടും. പിന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ചൊറിയണം. ചൊറിയണു. അപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ജിത. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ജിതക്കുട്ടി എന്തോ തകർത്തു. താങ്ക് യു. പിന്നെ മധുചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ സ്റ്റാർട്ടിങ് അതും മോള് നല്ല സാറേ സാറേ ഇങ്ങനെ ഉറക്കല്ലേ പറഞ്ഞത്. എന്നിട്ട് അതിന് കഴിഞ്ഞിട്ട് നമ്മൾ സുജാചേച്ചിയുടെ ആ ഒരു സ്വീറ്റ് ആ ഒരു മെലഡി അത് മോള് അസലായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, ആ ഒരു പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷനാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സ്പെഷ്യലി ഫീമെയിൽ സിംഗേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടാണത് അല്ലേ. എന്നാൽ പോലും മോൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഓടി നടന്ന് നമ്മളെല്ലാവരും എന്നെ പോലും വെറുതെ അവിടെ എത്തിയില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മളെല്ലാവരും ഡാൻസ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു. അതാണ് വലിയ കാര്യം. ഈ ഒരു റൗണ്ട് കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് മൈ ഫേവറേറ്റ് റൗണ്ട്സ് ആണ്. കാരണം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ രസിക്കുന്ന ഒരു റൗണ്ടാണ്. എല്ലാവരും അടിപൊളിയായിട്ടാണ് പാടുന്നത്. ജിതക്കുട്ടി അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, പിന്നെ കരാട്ടൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഞാനും കൊച്ചിന് കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓ ആണോ? കാരണം ഏത് ബെൽറ്റ് വരെ എത്തി? എന്നെ ബെൽറ്റ് ആരോ കെട്ടണതിന് മുമ്പ് നിർത്തി. എന്നെ ആരോ തൊഴിച്ചപ്പോ തന്നെ ഞാൻ നിർത്തി. പിന്നെ എല്ലാരും എന്നെ എന്റെ ആരോ തൊഴിച്ചപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയത്. അടിപൊളി. ഓക്കെ, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യുക, നമ്മളെല്ലാം രസിപ്പിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്റർടൈൻമെന്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജിതക്കുട്ടി എന്തോ ഒരു രക്ഷയില്ലാത്തല്ലേ? അതെ, രക്ഷയില്ലാത്ത പെർഫോമൻസ് നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? പറ്റാവുന്നതിന് മാക്സിമം ഒന്ന് ചെയ്യൂ പ്ലീസ്. മീനൂട്ടി പറ, ഇങ്ങനെയുള്ള പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും മേളിൽ നിന്ന് മറിച്ചിടോ പ്ലീസ്. ഇടൂ, ഒന്ന് ഇടൂ. ഇടൂ മീനൂട്ടി ഇടൂ. ഓ, ഇടട്ടെ, ഇട്ടോളൂ. പോരട്ടെ ഒരു മധുരമഴ. ജിതക്കുട്ടി, വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ജിതക്കുട്ടിയാണ്. അപ്പൊ നെറ്റി ചേച്ചി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ജിതക്കുട്ടിക്ക് ബിലീവ് ആയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു ജിതക്കുട്ടി. ഞങ്ങളെ താങ്ക് യു പറയണ്ടേ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു നിത്യ ചേച്ചി. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുള്ള പാട്ടുകളും നല്ല പ്രേക്ഷകർക്ക് ഒത്തിരി നല്ല നല്ല ഓർമ്മകളുള്ള പാട്ടുകളും ഒക്കെ നമ്മളിന്ന് കേട്ടു. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ തന്നെ ഇതിലും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.